നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ മൂവാറ്റുപുഴ സെന്റർ ഹോം കെയർ പ്രവർത്തനങ്ങൾ നാളെ ആരംഭിക്കും. രാവിലെ 10 മണിക്ക് മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ഓഫീസ് ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ പി എൽദോസ് നിർവഹിക്കും. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ മുഖ്യപ്രഭാഷണവും ഹോം കെയർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും നടത്തും. ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PVM അബ്ദുൽ സലാം നിർവഹിക്കും. മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ആൽഫ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, സാമൂഹ്യ പ്രവർത്തകൻ KM അബ്ദുൾ മജീദ് തുടങ്ങിയവർ സന്നിഹിതരാകും. സെന്റർ സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ സ്വാഗതവും ട്രഷറർ VP വിനയകുമാർ നന്ദിയും പറയും. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലും പരിസരത്തുമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്ക് ഹോം കെയറും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് ഫിസിയോതെറാപ്പിയും സെന്ററിൽ നിന്ന് ലഭ്യമാക്കും. ആൽഫ തൃശൂർ സെന്ററിന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിലെത്തുന്നവർക്ക് സഹായകമാകുന്നു. പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ച് അറിയുന്നതിനും സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് അതെത്തിക്കുന്നതിനും കഴിയുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സെന്ററിലെ വോളണ്ടിയർമാർ. രാവിലെ 10 മുതൽ തുറക്കുന്ന സ്റ്റോൾ രാത്രി വൈകിയും സന്ദർശകരെ സ്വീകരിക്കുകയും പാലിയേറ്റീവ് പരിചരണത്തെക്കുറിച്ചും ആൽഫയുടെ വിവിധ ജില്ലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നു. ഇത് സംബന്ധിച്ച ലഘുലേഖകളും വിതരണം നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ വോളണ്ടിയർമാരും സ്റ്റാളിൽ സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തുന്നുണ്ട്. സന്ദർശകരിൽ നിന്നും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പും സംഭാവനകളും സ്വീകരിക്കുന്നുണ്ടെന്ന് സെന്റർ ഭാരവാഹികളായ തോമസ് തോലത്ത്, സജീവ്, ലത റോയ്, സരോജ വിൽസൺ, ഗോപകുമാർ, ഷാജി തുടങ്ങിയവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.